KSRTCയിലെ INTUC യൂണിയനുകളുടെ കൂട്ടായ്മയായ TDF ആഹ്വാനം ചെയ്ത് ജീവനക്കാരുടെ സമരം ഭാഗികം 92% ബസ്സുകളും സർവീസ് നടത്തിയതായി KSRTCയുടെ കണക്ക്. 60% ജീവനക്കാരും സമരത്തിൽ പങ്കെടുത്തെന്നും താൽക്കാലിക ജീവനക്കാരെ നിയോഗിച്ചാണ് സമരത്തെ സർക്കാർ നേരിട്ടതെന്നും TDF അവകാശപ്പെട്ടു. വിവരങ്ങളുമായി തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് സലീം മാലിക്കും ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. ആദ്യം സലീം മാലിക്കിലേക്കാണ്. സലീം, ഗുഡ് ഈവനിങ്. നമ്മൾ രാവിലെ ചോദിക്കുമ്പോൾ ഈ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ അങ്ങനെ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല, സമരം ഇല്ല, ബസ്സുകളൊക്കെ ഓടുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു ഭാഗത്ത് TDF പറയുന്നു സമരം 60% ജീവനക്കാരും പങ്കെടുത്തു, താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചാണെന്ന്. മറുവശത്ത് ഇതുപോലെ തന്നെ ബസ്സുകളൊക്കെ ഓടുന്നു എന്ന വാർത്തയും വരുന്നു. എന്താണ് തമ്പാനൂരെ അവസ്ഥ? ക്രിസ്റ്റീന, ഈ സമരം TDF ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ സമരം അത് പുരോഗമിക്കുകയാണ്. TDFന്റെ പ്രവർത്തകർ ഈ സമരവുമായി തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. നമ്മൾ രാവിലെ പുലർച്ചെ 7 മണി മുതൽ 10 മണി വരെയുള്ള സമയത്ത് ഇവിടെ എത്തുമ്പോൾ ഇവിടെ TDFന്റെ ചില പ്രവർത്തകരുണ്ടായിരുന്നു. സമാധാനപരമായി അവർ സമരം ചെയ്യുകയായിരുന്നു. എന്നാൽ 10 മണിക്ക് ശേഷം അവർ സമരത്തിന്റെ രൂപവും സ്വഭാവവും മാറ്റുന്ന കാഴ്ചയാണ് പിന്നീട് 1 മണി വരെ കണ്ടത്. പോകുന്ന ബസ്സുകൾ തടയുക, ഒപ്പം തന്നെ അതിനുശേഷം പിന്നീട് ആ ബസ്സുകൾ പോകാൻ അനുവദിച്ചതിന് ശേഷവും പിന്നീട് ആളില്ലാതെ പോകുന്ന ബസ്സുകൾ സമരം പരാജയപ്പെടുത്താനായി താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് മനഃപൂർവ്വമായി ആളില്ലാതെ സർവീസ് നടത്തുന്നു എന്നാരോപിച്ച് പിന്നെയും ബസ് തടഞ്ഞു, ATOയെ തടഞ്ഞു, ഒപ്പം തന്നെ ജില്ലാ ഓഫീസ് ഉപരോധിച്ചു. അങ്ങനെ വിവിധ സമര പരിപാടികൾ തമ്പാനൂരിൽ കണ്ടതാണ്. ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ആ പ്രവർത്തകർ സമരം ശാന്തമാക്കിയിട്ടുണ്ട്. നിലവിൽ അവർ അവകാശപ്പെടുന്നതനുസരിച്ച് 60%-ലധികം ജീവനക്കാർ ഈ സമരത്തിൽ ഭാഗമായി എന്നുള്ളതാണ്. അതിനെ സർക്കാർ മറികടക്കുന്നത് താൽക്കാലിക ജീവനക്കാരെ കൊണ്ടാണ് എന്നും ഈ TDF പ്രവർത്തകർ ആരോപിക്കുന്നു. അതിന് സർക്കാർ അവകാശപ്പെടുന്നതാകട്ടെ 92% ബസ്സുകളും സർവീസ് നടത്തി എന്നുള്ളതാണ്. വിരലെണ്ണാവുന്ന ബസ്സുകൾ മാത്രമാണ്, 400-ൽ താഴെ ബസ്സുകൾ മാത്രമാണ് ഇന്ന് സമരവുമായി സഹകരിക്കുകയോ അതല്ലെങ്കിൽ സർവീസ് നടത്താതിരിക്കുകയോ ചെയ്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ച അപേക്ഷിച്ച് വളരെ കുറവ് ബസ്സുകൾക്ക് മാത്രമാണ് ഇത്തവണ സർവീസ് നടത്താതിരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിനിടെ ഈ അറ്റൻഡൻസ് ലിസ്റ്റ് പുറത്തുവിടണം എന്നുള്ളതാണ് TDF പ്രവർത്തകർ പറയുന്നത്. കാരണം സ്ഥിര ജീവനക്കാരിൽ പലരും ഇന്ന് ഡ്യൂട്ടിക്ക് എത്തിയിട്ടില്ല എന്നുള്ളതും ഇവർ ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. 12 ആവശ്യങ്ങളാണ് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഈ സമരക്കാർ, അതായത് TDF ഉയർത്തിയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ശമ്പളവും പെൻഷനും കൃത്യമായി നൽകുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ DA കുടിശ്ശിക മുഴുവനായും അനുവദിക്കുക, KSRTCയുടെ റൂട്ടുകൾ സംരക്ഷിക്കുക, KSRTCക്ക് പുതിയ ബസ്സുകൾ വാങ്ങുക തുടങ്ങിയ 12 ആവശ്യങ്ങളാണ് ഈ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട സമരം മുന്നോട്ട് പോകുന്നതിനിടെ ചിലയിടങ്ങളിൽ ചില അക്രമ സംഭവങ്ങളൊക്കെ ഉണ്ടായി. പ്രത്യേകിച്ചും കൊട്ടാരക്കരയിലായിരുന്നു ഈ വാഹനത്തിന്റെ വയറിംഗ് ഉൾപ്പെടെ നശിപ്പിച്ചതായി ശ്രദ്ധയിൽപ്പെട്ടത്. അതിന് പിന്നാലെ മന്ത്രി ആ വിഷയത്തിൽ ഇടപെട്ടു. മന്ത്രി ഇടപെട്ടതിന് ശേഷം അത് ആരാണെന്ന് കണ്ടെത്തി അവർക്കെതിരെ നടപടി വേണമെന്നാണ് ആവശ്യപ്പെട്ടത്. അവർക്കെതിരെ കർശനമായ നടപടി എടുക്കണം. അത് മാത്രമല്ല, പോലീസ് കേസിന് പുറമെ അവർ KSRTC ജീവനക്കാരാണെങ്കിൽ അവരെ പിരിച്ചുവിടുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കും എന്നാണ് മന്ത്രി മുന്നറിയിപ്പ് നൽകിയത്. അതിന് TDF നേതാവ് എം വിൻസെന്റ് MLA അതിന് മറുപടി പറഞ്ഞത് CITUവും സമരം പൊളിക്കാൻ നടക്കുന്നവരും ചേർന്ന് സമരത്തെ പരാജയപ്പെടുത്താൻ നടത്തിയ നീക്കമാണ് അത്തരത്തിലുള്ള അക്രമ സംഭവം എന്നുള്ളതാണ്. എന്തായാലും നമ്മൾ തമ്പാനൂരിൽ നിൽക്കുമ്പോൾ പല ഘട്ടത്തിലും ഒരു സംഘർഷ സാധ്യതയിലേക്കൊക്കെ പോയി. എന്നാൽ അത് പിന്നീട് ഒഴിവാകുന്ന സാഹചര്യമായിരുന്നു നമ്മൾ തമ്പാനൂർ രാവിലെ മുതൽ കണ്ടത്. ഇപ്പോൾ സാധാരണഗതിയിൽ വാഹനങ്ങളിൽ തിരക്കുണ്ട്, ഒപ്പം തന്നെ വാഹനങ്ങളും കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്നു. ഈ തമ്പാനൂർ ഡിപ്പോയിൽ 49 ബസ്സുകളാണ് എല്ലാ ദിവസവും സർവീസ് നടത്തുന്നത്. ആ 49 ബസ്സുകളും ഇന്നും സർവീസ് നടത്തിയിട്ടുണ്ട്. അതേസമയം കുറച്ചധികം ജീവനക്കാർ ഇവിടെ പണിമുടക്കുകയും ചെയ്യുന്നുണ്ട്. അവരെ താൽക്കാലിക ജീവനക്കാരിൽ വെച്ചുകൊണ്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ബ്യൂറോ റൺ ചെയ്യുന്നത്. മാത്രമല്ല, പാറശാലയിലാകട്ടെ ഒരു സർവീസ് അധികമാണ് ഇന്ന് ഓടുന്നത്. സാധാരണയിൽ കൂടുതൽ ഒരു സർവീസ് അധികം ഓടുകയാണ് ചെയ്യുന്നത്. അതും താൽക്കാലിക ജീവനക്കാരെ കൊണ്ട് സമരം പൊളിക്കാൻ നടത്തിയ നീക്കം എന്നുള്ളതാണ് TDF നേതാക്കൾ പറയുന്നത്. വിവിധ ഡിപ്പോകളിൽ, നെടുമങ്ങാട് ഡിപ്പോയിൽ ഒക്കെ രാവിലെ സമരം ഉണ്ടായിരുന്നു. 12 പേരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ തിരുവനന്തപുരത്തിന്റെ വിവിധ ഡിപ്പോകളിൽ സമരം ഉണ്ടായിരുന്നു. പക്ഷേ അവരെയൊക്കെ അറസ്റ്റ് ചെയ്ത് നീക്കിയും മറ്റ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയും സമരം അത് സാധാരണഗതിയിൽ നിന്നും ജനങ്ങളെ കാര്യമായി ഈ സമരം ബാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം നിരത്തുകളിൽ ബസ്സുകൾ പൂർണ്ണമായുള്ള സാഹചര്യത്തിൽ സമരം സാധാരണക്കാരെ ബാധിച്ചിട്ടില്ല. അതേസമയം TDF പ്രവർത്തകർ അവരുടെ പ്രതിഷേധം ഉയർത്തുകയും ചെയ്തു. അതാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ. ഇനി നമുക്ക് ഒന്ന് കോട്ടയത്തേക്ക് പോകാം. കോട്ടയം ബസ് സ്റ്റാൻഡിൽ നമ്മുടെ ടോബി ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ടോബി, 60% ജീവനക്കാരും സമരത്തിലാണെന്നാണ് TDF പ്രവർത്തകരുടെ അവകാശവാദം. അങ്ങനെ തന്നെയാണോ? ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? സമരം KSRTC സർവീസിനെ ബാധിച്ചോ? വിവരങ്ങൾ.
ശ്രീനിത, അത് എത്രത്തോളം ശരിയാണ് എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ബസ് സ്റ്റാൻഡിലാണ്. കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്നും സർവീസ് നടത്തുന്നത് 63 സർവീസുകളാണ്. ഈ 63 സർവീസുകളും ഇന്ന് സർവീസ് നടത്തി എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നത്. മധ്യകേരളത്തിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പെരുമ്പാവൂരിൽ മാത്രമാണ് ഈ പണിമുടക്ക് കാര്യമായി ബാധിച്ചിരിക്കുന്നത്. അവിടെ 42ഓളം സർവീസുകൾ ഉണ്ടായിരുന്നു. അതിൽ 13 മാത്രമാണ് ഇന്ന് നടത്തിയതെന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട്. അത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ ഈ KSRTCയുടെ പണിമുടക്ക് കാര്യമായി ബാധിച്ചിട്ടില്ല. ആലപ്പുഴ എടുക്കുകയാണെങ്കിൽ അവിടെ 72 സർവീസുകളാണുള്ളത്. അതിൽ 63 സർവീസും നടന്നിരിക്കുന്നു. ഇടുക്കിയിലും സമാനമായ സാഹചര്യമാണുള്ളത്. പണിമുടക്ക് മധ്യകേരളത്തിൽ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ബസ് സ്റ്റാൻഡിലാണ്. ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാം കാര്യമായിട്ട് ഒരു പ്രശ്നങ്ങളുമില്ല. സർവീസുകളെല്ലാം നടക്കുന്നുണ്ട്. ദീർഘദൂര സർവീസുകൾ വന്നു പോകുന്നുണ്ട്. ഒപ്പം തന്നെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന സർവീസുകൾ അതും കൃത്യമായി നടക്കുന്നുണ്ട്. താൽക്കാലിക ജീവനക്കാരെയൊക്കെ വെച്ചാണ് ഈ സമരം പൊളിക്കാൻ ശ്രമം നടത്തുന്നതെന്നുള്ള ആരോപണമുണ്ട്. പക്ഷേ അങ്ങനെയല്ല, കാര്യമായിട്ട് തന്നെ ഈ പ്രധാനപ്പെട്ട ജോലിക്കാരെല്ലാവരും തന്നെ സർവീസിന് കയറിയിട്ടുണ്ട്. ബസ്സുകൾ കൃത്യമായി തന്നെ ഓടുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 12ഓളം ആവശ്യങ്ങളാണ് ഈ സംഘടന മുന്നോട്ട് വച്ചിരിക്കുന്നത്. അതിനോട് പല ജീവനക്കാർക്കും യോജിപ്പുണ്ടെങ്കിൽ പോലും സർവീസ് പൂർണ്ണമായും മുടക്കിക്കൊണ്ടുള്ള സമരത്തിലേക്ക് കോട്ടയത്ത് നിലവിൽ കാര്യങ്ങൾ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് കാര്യമായ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ശ്രീനിത. ശരി, ടോബി ജോൺസൺ ആണ് കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി കോഴിക്കോട് ഭാഗത്ത് എങ്ങനെയായിരുന്നു KSRTCയുടെ സമരം, അത് എത്രത്തോളം യാത്രക്കാരെ ബാധിച്ചു, സർവീസുകളെ ബാധിച്ചു എന്ന് നമുക്ക് സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കോൺഗ്രസ് അനുകൂല സംഘടനയായ TDF ആഹ്വാനം ചെയ്ത പണിമുടക്ക് തുടരുകയാണ്. ഇന്നലെ രാത്രി 12 മണി മുതലാണ് ഈ പണിമുടക്ക് ആരംഭിച്ചത്. ഇപ്പോഴും പണിമുടക്ക് പുരോഗമിക്കുന്നു. പണിമുടക്ക് പക്ഷേ മലബാറിനെ സാരമായ രീതിയിൽ ബാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. കോഴിക്കോട് ജില്ലയും അതുപോലെ തന്നെ കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിലും പൂർണ്ണ തോതിൽ തന്നെയാണ് സർവീസുകൾ നടക്കുന്നത്. മറ്റ് 3 ജില്ലകളിൽ വയനാട്ടിലും അതുപോലെ തന്നെ മലപ്പുറത്തും പാലക്കാടും ഏതാനും ചില സർവീസുകളെ അത് ബാധിച്ചിട്ടുമുണ്ട്. ഹ്രസ്വദൂര സർവീസുകളെയാണ് ബാധിച്ചിരിക്കുന്നത്. ദീർഘദൂര സർവീസുകളെല്ലാം തന്നെ നല്ല രീതിയിൽ തന്നെ സാധാരണ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചതും അതുപോലെ തന്നെ താൽക്കാലിക ജീവനക്കാരെ പരമാവധി ഇന്ന് ജോലിക്ക് എത്തിച്ചതും കാരണം ഒരു വിധത്തിലുമുള്ള യാത്രാക്ലേശവുമില്ലാതെ തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. 1035 സർവീസുകളിൽ വെറും 60ഓളം സർവീസുകൾ മാത്രമേ അത് ബാധിച്ചിട്ടുള്ളൂ. ഏതായാലും ഒരു വിധത്തിലുള്ള അനിഷ്ട സംഭവം ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും ഈ പണിമുടക്ക് പുരോഗമിക്കുന്നത്. KSRTC ഡിപ്പോകളിലേക്ക് സമരാനുകൂലികളുടെ പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു. അവിടങ്ങളിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളിലേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടിക്കൊണ്ട് പോലീസിൻ്റെ ജാഗ്രതയും ഉണ്ടായിരുന്നു. കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന കോഴിക്കോട് സ്റ്റേഷനിലും കോഴിക്കോട് സ്റ്റാൻഡിലും നമുക്ക് കാണാനാവുന്നു നിരവധിയായിട്ടുള്ള ബസ്സുകൾ ഇവിടേക്ക് വരുന്നു. അതുപോലെ സർവീസുമായിട്ട് മുന്നോട്ട് പോകുന്നു. മൈസൂർ ബസ്സാണത്. അതുപോലെ ഇപ്പോൾ അങ്ങനെ ദീർഘദൂര ബസ്സുകളും അതുപോലെ കോഴിക്കോട് മീനങ്ങാടി ഭാഗത്തേക്കുള്ള കോഴിക്കോട് വയനാട് ഭാഗത്തേക്കുള്ള ബസ്സുകൾ, പാലക്കാട് ഭാഗത്തേക്കുള്ള ബസ്സുകൾ, തൃശ്ശൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ എല്ലാം തന്നെ കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നു. രാവിലെ മുതൽ തന്നെ നമുക്ക് ഈ കാഴ്ച കാണാനാവുന്നു. ആ കാഴ്ച തന്നെയാണ് ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഒരു വിധത്തിലുമുള്ള പ്രശ്നമില്ലാതെ യാത്രക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ തന്നെയാണ് ഇപ്പോഴും സർവീസുകൾ തുടരുന്നത്. ഇന്ന് രാത്രി 12 മണി വരെയാണ് TDF ആഹ്വാനം ചെയ്ത ഈ പണിമുടക്ക്. പലയിടങ്ങളിൽ പലതരത്തിലാണ് അത് യാത്രക്കാരെ ബാധിക്കുന്നത്. ചില ഇടങ്ങളിൽ അത് കാര്യമായി ബാധിക്കുന്നില്ല, പക്ഷെ ചിലയിടങ്ങളിൽ യാത്രക്കാരെ അത് വലയ്ക്കുന്നുമുണ്ട്.